Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ പൈററ്റുകളുള്ള ആ ഒരു സ്ഥലം കാണിക്കും, ബീഹൈവ്. അവിടേക്കാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഫുൾ കലിപ്പിൽ ടെററായിട്ട് കടന്നു വരികയാണ്. അവനാണെങ്കിൽ അവിടേക്ക് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്തോറും അവിടെ ഉണ്ടായിരുന്ന വിളക്കുകൾ അതങ്ങനെ ഒന്നൊന്നായിട്ട് കെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണ പൈററ്റ്സ് ഐലാൻഡിൽ അവിടെയുള്ളവർ എങ്ങനെയായിരിക്കും ജീവിക്കുക, അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള പൈററ്റ്സും ജീവിക്കുന്നത്. ഡ്രിങ്ക്സും ഫുഡും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അവരങ്ങനെ ബോധം കെട്ട് മത്തുപിടിച്ച് കിടക്കുകയാണ്. അവരങ്ങനെ ഹാപ്പി ആയിട്ട് ഹായ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന അതേസമയം വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേൾക്കേണ്ട താമസം അവരാണെങ്കിൽ ഞെട്ടി എഴുന്നേറ്റ് ഓരോ ഭാഗത്തേക്ക് ഓടും. അപ്രകാരം അവർ പേടിക്കണമെങ്കിൽ അത് മറ്റാരുമല്ല, സാക്ഷാൽ ഷിരിയു, അതായത് ബ്ലാക്ക് ബിയേർഡിന്റെ സെക്കൻഡ് ഡിവിഷൻ കമാൻഡർ. അവന്റെ ശബ്ദം ആണെന്ന് അവർ തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ പൈററ്റ്സുകളെല്ലാം ഭയന്ന് പാർട്ടിയൊക്കെ ഉപേക്ഷിച്ച് നാനാ ഭാഗത്തേക്ക് ഓടുന്നത്. അവൻ തന്നെയാണ് ബ്ലാക്ക് ബിയേർഡിന്റെ സെക്കൻഡ് ഷിപ്പ് കമാൻഡറും. അവന്റെ തൊട്ടുപുറകില് ഇപ്പോ ഫുൾ കലിപ്പിൽ കടന്നു വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ബ്ലാക്ക് ബിയേർഡ് തന്നെയാണ്. ബ്ലാക്ക് ബിയേർഡും ശരിയും രണ്ട് വലിയ കൈകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. അവർ രണ്ടുപേരും അവിടേക്ക് എത്തിയതറിഞ്ഞ പൈററ്റ്സുകൾ എല്ലാവരും ഭയന്ന് ഓരോ മൂലയ്ക്ക് പോയി നിൽക്കും. ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവരോട് ദേഷ്യപ്പെട്ട് പറയും, യു ഗൈസ് ആർ അൺബിലീവബിൾ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ആക്ച്വലി കോബിയെ രക്ഷിക്കാനായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ബ്ലാക്ക് ബിയേർഡ് ടെററായിട്ട് സംസാരിക്കുന്നത്. അവനങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ അവിടെയുള്ളവരുടെ നെഞ്ചെടുപ്പ് അതങ്ങനെ കൂടി വരും. അതേസമയം ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിനെ പിടിച്ചു കുലുക്കും. നീ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലാന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ പേടിച്ച് ഭയന്ന് എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഡോക്ടർ വേഗോഫ് പങ്ങിന്റെ വാക്കുകൾ അത് നിങ്ങൾ കേട്ടില്ലേ, അണ്ടർ വേൾഡിലുള്ള അവർക്ക് മാത്രമാണ് ആ പോണോഗ്ലിഫ് ലഭിക്കുക എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ അന്വേഷിക്കുന്നവയെല്ലാം തന്നെ അവരുടെ കയ്യിലേക്ക് പോകും. അങ്ങനെ പോയാൽ ഞാൻ പിന്നെ ജീവനോടെ ഇരുന്നിട്ട് കാര്യമില്ല. അതിനുവേണ്ടി വേൾഡ് ഗവൺമെന്റ്, പൈററ്റ്സുകള്, അഡ്മിറൽസ് എന്നിങ്ങനെ എല്ലാവരും അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബ്ലാക്ക് ബിയേർഡിനാണെങ്കിൽ കൺട്രോൾ പോയി പിസറുവിന്റെ നെറ്റിയിൽ ഇപ്പൊ ഗണ്ണെടുത്ത് വെക്കുകയാണ്. കാരണം ഗോബി ഉപയോഗിച്ച് അവനെ വെച്ച് വിലപേശി ആ ഒരു രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കാനാണ് ബ്ലാക്ക് ബിയേർഡ് കാര്യമായിട്ട് പ്ലാൻ ചെയ്തത്. ഇപ്പൊ അവന്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. അവനാണെങ്കിൽ പേടിച്ച് ഇപ്പൊ ബ്ലാക്ക് ബിയേർഡിനോട് പറയും, അയ്യോ ഞാനല്ല, ഇതിനെല്ലാം കാരണക്കാരൻ ആ മുറിയാണെന്ന് പറഞ്ഞ് അവനെ ഡൈവേർട്ട് ചെയ്യും. അതേസമയം പുറത്താണെങ്കിൽ സാഞ്ചിയൻ ഫുൾഫ് എന്ന് പേരുള്ള ആ വലിയ ജയന്റ്, അവനാണെങ്കിൽ ബ്ലാക്ക് ബിയേർഡിന്റെ 7th ഷിപ്പ് കമാൻഡറാണ്. അവനാണെങ്കിൽ ഓരോ ബിൽഡിങ്ങും ക്യാഷ്ലായിട്ട് ഉയർത്തിയെടുത്ത് ഞാൻ അന്വേഷിക്കുന്ന കട അതിവിടെ എവിടെയോ ആയിരുന്നല്ലോ എന്ന് പറയും. ഉടനെ താഴെയുള്ള ജനങ്ങളാണെങ്കിൽ അവനോട് പറയും, ഓ നോ, നീ എന്തായി ചെയ്യണേ, മറ്റുള്ള ആൾക്കാരെ ഒന്നും നീ കാണുന്നില്ലേ, ശ്രദ്ധിച്ചു പോ, അല്ലെങ്കിൽ താഴെയുള്ളവര് പേസ്റ്റ് ആയി പോകുമെന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. ആ സമയത്ത് ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്നത് അവൻ കേൾക്കും. ഓ നോ, നീ ആ മുറിയെയും രക്ഷപ്പെടുത്തിയോ എന്ന് ചോദിക്കും. ആ ബിൽഡിംഗ് ആണെങ്കിൽ ബ്ലാക്ക് ബിയേർഡ് ദേഷ്യപ്പെടുന്നോറും പേടിച്ച് വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബ്ലാക്ക് ബിയേർഡിന്റെ ശബ്ദം അതിപ്പോ പുറത്തേക്ക് വരെ വന്നു കഴിഞ്ഞു. എല്ലാവരുടെ ഉള്ളിൽ ഭയം കൂടി വരും. ആ സമയത്ത് പുറത്തുള്ള പൈററ്റ്സ് എല്ലാം ഇപ്പോ അകത്തേക്ക് തലനീട്ടി, മാസ്റ്റർ ഇത് ഞങ്ങളാണ്, നമുക്ക് എത്രയും വേഗം ആ 1 പീസ് ട്രഷർ അത് കണ്ടെത്തണം, ലോകത്തെ മുഴുവൻ നമ്മൾ കോൺക്വർ ചെയ്യണം, ഇത് ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല, ഇനി ഈ ലോകം നമ്മുടെ അധീനതയിലായിരിക്കണം, നമ്മുടെ ആൾക്കാരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആരും തന്നെ ഇല്ല, നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ തന്നെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ബ്ലാക്ക് ബിയേർഡിനാണെങ്കിൽ സന്തോഷം അത് കൂടി വരും. വാവ്, കൂടെയുള്ളവരെല്ലാവരും വളരെ കോൺഫിഡന്റ് ആണ്. സോറപ്പായാലും എനിക്കത് സാധിക്കുമെന്ന് പറഞ്ഞ് അവനിപ്പോ ഹാപ്പിയായി ഹായ് ആയി ഡ്രിങ്ക്സ് അടിക്കും. ആ സമയം ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ ക്യാഷ്ലായിട്ട് അവക്കിജിയെ വിളിക്കും. നീ വേണമെന്ന് വെച്ചാണോ ആ ഗോപിയെ അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചതെന്ന് തമാശ രൂപേണ ചോദിക്കും. അവക്കിജിയാണ് ബിയേർഡിന്റെ 10th ഷിപ്പിന്റെ കമാൻഡർ. അതിനവനാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, അതെ, കോബിയെ ഞാൻ വിട്ടു, പക്ഷെ അതിന് പകരം കാർപ്പിനെ ഞാൻ പിടിച്ചു. അത് കേട്ട് ബ്ലാക്ക് ബിയേർഡ് അടക്കം എല്ലാവരും ഞെട്ടും. ബ്ലാക്ക് ബിയേർഡിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷാവും. ഉടനെ ഓപ്പോസിറ്റുള്ള അവൻ പറയും, ഗോപി പോയാലും നമുക്ക് ഇതിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടി. അത് കേട്ട് ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ ആ കുപ്പിയെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയും. ലാസ്റ്റ് ഉണ്ടായ ഫൈറ്റില് ആ കാർപ്പ് അവൻ മരിച്ചു പോയതല്ലേ, അവനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനവൻ പറയും, കാർപ്പ് അവൻ മരിച്ചു പോയെന്നാണ് എല്ലാവരും കരുതിയത്, പക്ഷെ യഥാർത്ഥത്തിൽ അവൻ മരിച്ചു പോയിട്ടില്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാർപ്പിനെ കാണിക്കും. ഒരുപാട് ചെങ്ങലൊക്കെ ഇട്ട് ആളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവക്കിജി ആണെങ്കിൽ ഞാൻ സ്വന്തമായിട്ടാണ് അദ്ദേഹത്തെ പിടിച്ചതെന്ന് അവകാശപ്പെടില്ല. അപ്പോൾ എല്ലാവരും ചേർന്നാണ് കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ പിടിച്ചത്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എല്ലാവർക്കും ആവശ്യമുള്ളതാണെന്ന് പറയും. അതുപോലെ തന്നെ ആഞ്ചി വിവാഹം കഴിക്കാനിരുന്ന ആ പുഡിങ്, അതായത് ബിഗ് മോമിന്റെ മകൾ, അവളെയും ഇപ്പോ ബ്ലാക്ക് ബിയേർഡ് തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവളെ വെച്ച് മറ്റെന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയും. ആ സമയം ബ്ലാക്ക് ബിയേർഡിന്റെ 5th ഷിപ്പ് കമാൻഡറും കാണിക്കും. അവന്റെ പേര് ഡീമൺ ഷെരീഫ് എന്നാണ്. ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയും. അവനാണെങ്കിൽ ഇപ്പോ മറീടൈം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ വലിയൊരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അവിടെയാണെങ്കിൽ യുദ്ധവും പൊട്ടിത്തെറിയൊക്കെ വേറെ ലെവലിൽ അങ്ങനെ മുൻപോട്ടേക്ക് പോകുമ്പോൾ ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്യും. എന്തുപറ്റി ആ റെവല്യൂഷണറി ആർമിയുടെ കഥ അത് ഇതുവരെ കഴിച്ചില്ലേ? അതിനവൻ പറയും യുദ്ധം വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ കാറ്റ് പോവാത്തവര് പട്ടിണിയും പരിവട്ടമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് വിശപ്പ് കൂടി മരിക്കും. ആക്ച്വലി ഒമിറ്റ് ഷിപ്പിംഗ് എന്ന് പറയുകയാണെങ്കിൽ ന്യൂ വേൾഡിലുള്ള മറൈൻസിന് സീ ഫുഡ് എല്ലാം തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഉദാഹരണത്തിന് റീജോയ്സിലുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസിനെല്ലാം തന്നെ ഇവിടെ നിന്നാണ് ആഹാരം കൊണ്ടുപോകുന്നത്. സോ ആ ഒരു വലിയ ആഹാരം കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സ് എല്ലാമാണ് അവനിപ്പോ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ ഐലാൻഡിലുള്ളവരും അതുപോലെ തന്നെ മറീജോയ്സിലുള്ള എല്ലാവരും തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും ഭക്ഷണം കിട്ടാതെ അലഞ്ഞ് അവരങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നത് കണ്ട് നമുക്ക് രസിക്കാമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അത് കേട്ട് ബ്ലാക്ക് ബിയർഡിനും ഒരുപാട് ഹാപ്പി ആണെങ്കിൽ അവനോട് പറയും ഒരുപാട് എൻജോയ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വേറെയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിനവൻ പറയും അത് കൃത്യമായിട്ട് അറിയാം, ഞാനത് ചെയ്തിരിക്കും. കട്ട് ചെയ്ത ഇവിടെ കരീബൂൺ ടീമും ആണെങ്കിൽ അവിടേക്ക് കടന്നു വരികയാണ്. കരീബൂനാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം അവന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ബ്ലാക്ക് ബിയർഡിനെ നേരിട്ട് കാണുക, അവന്റെ ആ സ്ഥലത്തേക്ക് കടന്നു വരിക എന്നത്. ഇപ്പൊ അവന്റെ ആഗ്രഹം പോലെ തന്നെ അവൻ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. കറ്ററീന ആണെങ്കിൽ പിസറുവിനോട് ആ കപ്പൽ അങ്ങനെ എടുക്കാനായിട്ട് പറയും. ഉടനെ അവനാണെങ്കിൽ കപ്പൽ അങ്ങനെ എടുക്കുകയാണ്. ഉടനെ കരീബു ആണെങ്കിൽ വിളിച്ചു പറയും അയ്യോ എന്നെ രക്ഷിക്കണേ, കപ്പലടക്കം ഞങ്ങളെ മുഴുവനായിട്ടും ഞെക്കി അമർത്തി ജ്യൂസ് അടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ ശബ്ദം ഉണ്ടാക്കും. അവനോട് വായടയ്ക്കാനായിട്ട് പറയും ശബ്ദം ഉണ്ടാക്കരുത്, വെറുതെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതിനവൻ പറയും ഇത്രയും വലിയ മോൺസ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയമൊന്നും തോന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പേടിയും കുലുക്കമൊന്നും ഇല്ലാതെ അങ്ങനെ ടെററായിട്ട് നിൽക്കുന്നത്? അതിനവരാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ ക്യാഷ്വലായിട്ട് നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ ദേഷ്യം കൂടി വരും, കാരണം അവനാണെങ്കിൽ ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവന്റെ വായങ്ങ് സ്റ്റിച്ച് ചെയ്ത് വിട്ടാലോ ടീച്ചർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവൻ ഇപ്രകാരം കൂട്ടിക്കൊണ്ടു പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ പണ്ട് തന്നെ ഇവരെ തല്ലിക്കൊന്ന് ദൂരെ കളയാമായിരുന്നുവെന്ന് അവർ പരസ്പരം പറയും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. ജയൻ കപ്പലിന്റെ പിന്നാലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ കപ്പലും കടന്നു വരികയാണ്. എഡ്ഹെഡ് ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളായി. പക്ഷേ ോഫിലേക്ക് ഇനിയും അവർക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവരാണെങ്കിൽ കടലിൽ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ കണ്ട് വണ്ടറടിച്ച് ആ കാഴ്ചയൊക്കെ ആസ്വദിച്ചു വരും. അങ്ങനെ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും ജയന്റ് കപ്പലിൽ ഇപ്പൊ ആകെ ഒരു കൺഫ്യൂഷൻ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽബോഫിലേക്ക് എത്തേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷെ അവരാണെങ്കിൽ കപ്പൽ സ്റ്റോപ്പ് ചെയ്ത് പരസ്പരം ആർക്കൊക്കെ വേണ്ടി സംസാരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് പാർട്ടിയൊക്കെ ആഘോഷമായിട്ട് കിടന്നുറങ്ങിയ സമയത്ത് നമ്മുടെ ആൾക്കാരുടെ 1000 സൺ ഈ കപ്പൽ അത് കാണാതെ പോയി. ിംബയാണെങ്കിൽ അവരോട് പറയും അല്പസമയം മുൻപ് കൂടെ ആ കപ്പൽ ഞാൻ കണ്ടതാണ്, പക്ഷെ പെട്ടെന്ന് അത് വാനിഷായി. ലൂഫിയൻ ടീമിനെ ഒന്നും തന്നെ കാണാനില്ല. ഇനി അധികം വൈകാതെ എൽബോഫിലേക്ക് എത്തും. പക്ഷെ അവരില്ലാതെ എങ്ങനെ നമ്മൾ അവിടേക്ക് പോകും? ഓബനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി. ഇനി ഒരു പക്ഷെ വലിയ മീനെങ്ങാനും അവരെ വിഴുങ്ങിയിട്ടുണ്ടാവും ചോദിക്കും. അത് കേട്ട് എല്ലാവരും അവളെ തന്നെ നോക്കുകയാണ്. ഇപ്പൊ മിസ്സായിരിക്കുന്നത് ലൂഫി, സോറോ, ഉസോപ്പ്, സാഞ്ചി, ഓപ്പർ, നാമി, ഇത്രയും പേരെയാണ് ഇപ്പൊ കാണാതായിരിക്കുന്നത്. ബ്രൂക്കിനാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടി വരും. അവനാണെങ്കിൽ കടലിന്റെ ഓരോ ഭാഗത്തേക്ക് നമ്മുടെ ആൾക്കാരുടെ പേരുകൾ മാറി മാറി വിളിച്ച് ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എവിടെ നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.